ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് SCERT പാഠഭാഗത്തെ ബയോളജിയിലെ ഒരു ചാപ്റ്ററാണ് ആഹാരം ആരോഗ്യത്തിന് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അതുപോലെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ധാന്യകം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക എന്ന ധർമ്മം വഹിക്കുന്നത് ധാന്യകമാണ്. ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങൾ: അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. അപ്പോൾ ധാന്യകത്തിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനൊക്കെ അടങ്ങിയിരിക്കുന്നു. ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. അന്നജം ധാരാളമായി കാണുന്ന ഭക്ഷ്യവസ്തുക്കൾ. ധാന്യങ്ങളുമുണ്ട്, കിഴങ്ങുവർഗ്ഗങ്ങളുമുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജ പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് അയോഡിൻ ടെസ്റ്റാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? അയോഡിൻ ടെസ്റ്റാണ്. അന്നജം അയോഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം കടും നീല നിറമാണ്. അന്നജം അയോഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം കടും നീല നിറമാണ്. മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, കാർബൺ, ഹൈഡ്രജൻ. ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, കാർബൺ, ഹൈഡ്രജൻ. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം പ്രോട്ടീനാണ്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. ഒരാളുടെ ശരീരഭാരത്തിന് അനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ്. 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് വളർച്ച മുരടിപ്പ്, ക്വാഷിയോർക്കർ. നമ്മൾ ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക എന്നതാണ് ധാന്യകത്തിൻ്റെ ധർമ്മം. ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. അന്നജം ധാരാളമായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയോഡിൻ ടെസ്റ്റ്. അപ്പോൾ അന്നജം അയോഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം കടും നീല നിറമാണ്. മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, ഹൈഡ്രജൻ, സൾഫർ. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. ഒരാളുടെ ശരീരഭാരത്തിന് അനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ്. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് വളർച്ച മുരടിപ്പും ക്വാഷിയോർക്കറും. കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജം പ്രദാനം ചെയ്യുന്ന പ്രധാന ആഹാര ഘടകമാണ് കൊഴുപ്പ്. കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? മാംസം, പാല്, മുട്ട, നെയ്യ്, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, എണ്ണകൾ. രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കൊഴുപ്പിൻ്റെ ഒരു രൂപം കൊളസ്ട്രോളാണ്. രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ A, D, E, K. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് B, C. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ A ആണ്. വിറ്റാമിൻ A ധാരാളമായി അടങ്ങിയിരിക്കുന്നവയാണ് ക്യാരറ്റ്, കരൾ, ചേമ്പില, പാലുൽപ്പന്നങ്ങൾ, ചീര, പയറില, മുരിങ്ങയില. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ D ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ D ആണ്. അപ്പോൾ രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കൊഴുപ്പിൻ്റെ ഒരു രൂപം ഏതാണ്? കൊളസ്ട്രോൾ ആണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് A, D, E, K എന്നീ വിറ്റാമിനുകൾ.
എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഡി ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഈ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനും ഡി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നവയാണ് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില്ല. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നവയാണ് പഴങ്ങൾ, മുരിങ്ങയില, നെല്ലിക്ക, പപ്പായ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നവയാണ് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യകരമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. വേവിക്കുമ്പോൾ പഴങ്ങളിലും പച്ചക്കറികളിലും നിന്നും നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് നഷ്ടമാകുന്നത്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ധാതു ലവണമാണ് ഇരുമ്പ്. ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്നവയാണ് ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള ധാതു ലവണമാണ് കാൽസ്യവും ഫോസ്ഫേറ്റും. കാൽസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ധാതു ലവണങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നവയാണ് ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയമാണ്. സോഡിയം. കറിയൂപ്പിൽ അടങ്ങിയിരിക്കുന്ന ധാതു ലവണം ഏതാണ്? അത് സോഡിയമാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ധാതു ലവണം അയഡിനാണ്. അയഡിൻ അടങ്ങിയിരിക്കുന്ന വിഭവങ്ങളാണ് കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. പോഷകഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. ഓക്കെ, വിറ്റാമിൻ എയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് ഈ നിശാന്തത എന്ന് പറയുന്നത്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. വിറ്റാമിൻ സിയുടെ കുറവ് കാരണമുണ്ടാകുന്ന അപര്യാപ്ത രോഗമാണ് സ്കർവി. വിറ്റാമിൻ ഡിയുടെ കുറവ് കാരണമുണ്ടാകുന്നതാണ് കണ. കണയുടെ ലക്ഷണം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. സ്കർവിയുടെ ലക്ഷണം എന്താണ്? മോണയിൽ പഴുപ്പും രക്തസ്രാവവും. ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അനീമിയയുടെ ലക്ഷണമാണ് രക്തക്കുറവും വിളർച്ചയും. അയഡിൻ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. ഗോയിറ്ററിൻ്റെ ലക്ഷണമാണ് തൊണ്ടയിൽ മുഴ. നാരുകൾ പ്രധാനമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ധാന്യകമാണ് സെല്ലുലോസ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു തരം ധാന്യകമാണ് സെല്ലുലോസ. വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നതിന് സഹായിക്കുന്ന പോഷകേതര ഘടകമാണ് നാരുകൾ. നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയെന്നറിയോ? തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴത്തണ്ട്, വാഴക്കൂമ്പ്. നമ്മുടെ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ജലം 85% ജലമാണ് അടങ്ങിയിരിക്കുന്നത്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ജലമോ 90% ജലം. എല്ലുകളിൽ 25% ജലം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ രക്തത്തിൽ 90% ജലം അടങ്ങിയിരിക്കുന്നു. തലച്ചോറിൽ 85% ജലം അടങ്ങിയിരിക്കുന്നു. എല്ലുകളിൽ 25% ജലം അടങ്ങിയിരിക്കുന്നു. പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ജലത്തിൻ്റെ അളവ് 2.5 ലിറ്ററാണ്. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ആഹാരം ആരോഗ്യത്തിന് എന്ന ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്.